യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കവെ ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന് സമ്മതിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കൂടാതെ ഇറാൻ അമേരിക്കയ്ക്ക് വലിയൊരു സമ്മാനം നൽകിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണവാതക കടത്ത് പാതയായ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ട്രംപ് സൂചിപ്പിച്ചു. എന്നാൽ ആ സമ്മാനം എന്താണെന്ന് ട്രംപ് കൃത്യമായി വ്യക്തമാക്കിയിട്ടില്ല. അവർ ചെയ്തത് ശരിക്കും അത്ഭുതകരമായിരുന്നു. അവർ ഞങ്ങൾക്ക് ഒരു സമ്മാനം തന്നു, വലിയൊരു തുക വിലമതിക്കുന്ന വളരെ വലിയ സമ്മാനം. ആ സമ്മാനം എന്താണെന്ന് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയുന്നില്ല, പക്ഷേ അത് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മാനമായിരുന്നു എന്ന് ട്രംപ് വ്യക്തമാക്കി. അതേസമയം യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ഭീഷണിയായത് ഇറാന്റെ കയ്യിലുള്ള റഷ്യൻ S-400 വ്യോമ പ്രതിരോധ സംവിധാനമാണ്. ഹോർമൂസ് കടലിടുക്ക് തുറക്കണമെന്ന് ഇറാന് നൽകിയ അന്ത്യശാസനത്തിന് പൊടുന്നനെ 5 ദിവസത്തെ ഇടവേള ട്രംപ് പ്രഖ്യാപിച്ചത് ഇതുമൂലമെന്നാണ് സൂചന. അമേരിക്കയുടെ 5ാം തലമുറ യുദ്ധവിമാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ള മിസൈലുകൾ അടങ്ങിയതാണ് S-400. US വ്യോമസേനയുടെ അഭിമാനമായ F-35 സ്റ്റെൽത്ത് വിമാനം തകരാറുപറ്റി ഗൾഫിലെ വ്യോമതാവളത്തിൽ അടിയന്തരമായി ഇറക്കേണ്ടി വന്നതും F-50 വിമാനം നഷ്ടമായെന്ന വാർത്തകളും S-400ന്റെ പ്രതിരോധം കാരണമെന്നാണ് സൂചന. ഇറാന് ശക്തമായി തിരിച്ചടിക്കാൻ റഷ്യൻ സഹായമുണ്ടെന്ന റിപ്പോർട്ടുകളെ ശരിവെക്കുന്നതാണിത്. യുദ്ധം മുറുകിയപ്പോൾ തന്നെ ഇറാനെ സഹായിക്കാൻ റഷ്യ S-400 യൂണിറ്റുകൾ എത്തിച്ചെന്നാണ് വിവരം. റഷ്യൻ സൈനികരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇറാനുമായുള്ള യുദ്ധം രൂക്ഷമായി തുടരുന്നതിനിടെ സുപ്രധാന പ്രഖ്യാപനം നടത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തും എത്തിയിരുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് പൂർണ്ണവും സമ്പൂർണവുമായ പരിഹാരം കണ്ടെത്തുന്നതിനെക്കുറിച്ച് ഇറാനുമായി ചർച്ചകൾ നടന്നിട്ടുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു പ്രതികരണം. റഷ്യയുടെയും ചൈനയുടെയും തന്ത്രപരമായ പിന്തുണയോടെ ഇറാൻ പൊരുതുമ്പോൾ അമേരിക്ക ഒറ്റപ്പെടുകയാണ്. നാറ്റോ സഖ്യകക്ഷികൾ പോലും ഈ മരണക്കളിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. ശക്തി കൊണ്ടും ധിക്കാരം കൊണ്ടും ലോകത്തെ ഭരിക്കാമെന്ന മോഹം ഇത്തവണ പേർഷ്യൻ കടലിൽ മുങ്ങിത്താഴും. സൗദി അറേബ്യയെയും ഇസ്രായേലിനെയും കൂട്ടുപിടിച്ച് ഇറാനെ തളയ്ക്കാമെന്നത് അമേരിക്കയുടെ വ്യാമോഹം മാത്രമാണ്. ഇറാന്റെ മനോവീര്യത്തിനു മുന്നിൽ ഈ സഖ്യശക്തികൾ പതറുകയാണ്. ഇറാന്റെ ഓരോ മിസൈലും അമേരിക്കൻ അഹന്തയുടെ നെഞ്ചിലേക്കാണ് പതിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ പരിഹാസങ്ങൾ മുതൽ യുദ്ധഭൂമിയിലെ പ്രത്യാക്രമണങ്ങൾ വരെ അമേരിക്കയെ മാനസികമായി തളർത്തിക്കഴിഞ്ഞു. ഇന്ന് ലോകം നേരിടുന്ന ഊർജ്ജ പ്രതിസന്ധിക്കും സാമ്പത്തിക തകർച്ചയ്ക്കും ഏക ഉത്തരവാദി അമേരിക്കയുടെ ഈ യുദ്ധക്കൊതിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ വരാനിരിക്കുന്ന കറുത്ത ദിനങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നത് ട്രംപിന്റെ എടുത്തുചാട്ടം മൂലമാണ്. ഇന്ധന നിലയങ്ങൾ കത്തിയെരിയുമ്പോൾ ഉണ്ടാകുന്ന വെളിച്ചമല്ലാതെ മറ്റൊരു പ്രതീക്ഷയും അമേരിക്ക ലോകത്തിന് നൽകുന്നില്ല. ഇറാൻ സമാധാന ചർച്ചകളെ പുച്ഛിച്ചു തള്ളുന്നത് അവരുടെ ആത്മവിശ്വാസത്തിന്റെ അടയാളമാണ്. തോൽക്കാൻ തയ്യാറല്ലാത്ത ഒരു ജനതയെ ആയുധം കൊണ്ട് തളയ്ക്കാമെന്ന് കരുതുന്നത് അമേരിക്കയുടെ ചരിത്രപരമായ വിഡ്ഢിത്തമായിരിക്കും. വിപണികൾ തകരുന്നു, സുരക്ഷിതമായ നിക്ഷേപങ്ങൾ ഇല്ലാതാകുന്നു. ഇതെല്ലാം അമേരിക്കൻ അപ്രമാദിത്വത്തിന്റെ അന്ത്യകൂദാശയാണ്. ചുരുക്കത്തിൽ ട്രംപ് ഒരു വലിയ കുഴിമണലിൽ അകപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം എത്രത്തോളം കൈകാലിട്ടടിക്കുന്നുവോ അത്രത്തോളം വേഗത്തിൽ അമേരിക്ക താഴേക്ക് പതിക്കും. മാർച്ച് 28 നടക്കാൻ പോകുന്ന നീക്കം ഇറാനെ തകർക്കാനല്ല, മറിച്ച് അമേരിക്കയുടെ പതനം പൂർത്തിയാക്കാനായിരിക്കും. ചരിത്രം ഇത് രേഖപ്പെടുത്തും. ലോകം ഒരു പുതിയ അധികാരക്രമത്തിലേക്ക് മാറുകയാണ്. അവിടെ അമേരിക്കയ്ക്ക് സ്ഥാനമുണ്ടാകില്ല. അമേരിക്കൻ ജനത പോലും ഈ യുദ്ധത്തിൽ ട്രംപിനൊപ്പമില്ല. വെറും 7% പേർ മാത്രം പിന്തുണയ്ക്കുന്ന ഒരു പോരാട്ടത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ വക്താക്കളെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയുടെ പൊള്ളത്തരമാണ് പുറത്തുവരുന്നത്. സ്വന്തം ഖജനാവ് കാലിയാക്കി ജനങ്ങളെ പട്ടിണിക്കിട്ട് നടത്തുന്ന ഈ സാഹസം അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ തകർച്ചയുടെ വേഗത വർദ്ധിപ്പിക്കും. ഇറാൻ വെറുമൊരു രാജ്യമല്ല, മറിച്ച് തകർക്കാൻ കഴിയാത്ത ഒരു പ്രതിരോധത്തിന്റെ പ്രതീകമാണ്. വർഷങ്ങളോളം അമേരിക്കൻ ഉപരോധങ്ങളെ പുല്ലുപോലെ തള്ളിക്കളഞ്ഞ ഇറാന്റെ കരുത്ത് ഡ്രോണുകളിലും മിസൈലുകളിലും മാത്രം ഒതുങ്ങുന്നില്ല. അമേരിക്ക പടുത്തുയർത്തിയ സുരക്ഷാ കവചങ്ങളെ ഇറാന്റെ സാങ്കേതികവിദ്യ തകർത്തു കഴിഞ്ഞു. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ താവളങ്ങൾ ഇന്ന് ഇറാന്റെ കൃത്യതയാർന്ന മിസൈലുകൾക്ക് മുന്നിൽ വെറും കളിമൺ കോട്ടകൾ മാത്രമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.